ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ വർഷത്തെ അവസാനത്തെ ഷോപ്പിങ്ങിന് പോയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇന്ന് നമുക്ക് വാങ്ങാനുണ്ട് കേട്ടോ. നമ്മൾ ഓണത്തിന് ശേഷം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ഹൂജ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന നമ്മുടെ വഴിയിൽ ഞാൻ വണ്ടി ഓടിക്കും, പക്ഷേ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ. സത്യം പറഞ്ഞാൽ ബാക്കിലിരിക്കാനും ഭയങ്കര പേടിയാണ്, പക്ഷേ നടന്നു പോകാൻ മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് കഷ്ടപ്പെട്ട് സഹിച്ചിരിക്കന്നെ. പൂച്ചയുടെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറയുന്ന പോലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആ കണ്ണ് ആദ്യം പോയത് ഇവിടുത്തെ ചെടിയുടെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ചെടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭ്രാന്താണ്. എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നേരെ തിരിച്ചാണ് എൻ്റെ അനിയത്തിക്ക് ഈ വക പരിപാടി ഇഷ്ടമേ അല്ല. അവൾക്ക് കാശ് കൊടുത്ത് ചെടി വാങ്ങുന്ന പരിപാടിയേ ഇഷ്ടമല്ല കേട്ടോ. ചെടികൾ അത്യാവശ്യത്തിന് നോക്കും, എങ്കിലും കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ നിറയെ ഫ്ലവർ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജമന്തി എപ്പോഴും ഞാൻ വാങ്ങി വെക്കും, പക്ഷേ വെള്ള ജമന്തി പിടിച്ചിട്ടാറുണ്ട്, വേറെ ഒന്നും തന്നെ പിടിച്ചിട്ടാറില്ല. അതുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലില്ലാത്ത ജറബറയുടെയും പിന്നെ കലാഞ്ചിയ വെറൈറ്റി ഒക്കെ കണ്ടപ്പോൾ അതിൽ നിന്നോ ഞാൻ ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബുഷ് ഓറഞ്ച് വാങ്ങണം എന്ന് വിചാരിച്ചു, പക്ഷെ ഭയങ്കര വലിയ കവറാണ് കേട്ടോ. അപ്പം നമുക്ക് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്തായാലും അത് അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് പിന്നെ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് 2 ജറബറ പ്ലാന്റും 2 കലാഞ്ചിയ പ്ലാന്റാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അത് രണ്ടെടുത്ത് അധികം റിസ്ക് എടുക്കാണ്ട് ഉണ്ണി തന്നെ എന്നെ തള്ളിക്കയറ്റി ബില്ലിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ബില്ലടിച്ചിറങ്ങുമ്പോൾ അവിടെ ഞാനൊരു പ്ലാന്റ് കണ്ടു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാനിത് നമ്മുടെ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്ലാന്റിൻ്റെ കളർ വ്യത്യാസമുള്ളത്. പക്ഷേ വാങ്ങാനായിട്ട് എനിക്ക് അത്ര മൂഡ് തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഇതുപോലെ തന്നെ വന്നില്ലെങ്കിൽ വെറുതെ ആവുമല്ലോ. അതുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുത്തില്ല. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് കയറാം. ശരിക്കും ഓണത്തിന് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ സാധനങ്ങൾ വാങ്ങി പോയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇത്ര അധികം സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ്, പയർ, കടല ഇതിനൊന്നും അധികം ചിലവില്ല കേട്ടോ. ഞാനാണ് അത് കഴിക്കുന്നത്. അച്ഛന് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല. പിന്നെ വീട്ടിലെ ചിലവെന്ന് പറയുന്നത് ഈ പച്ചക്കറിയാണ് കേട്ടോ. പച്ചക്കറി നന്നായി എല്ലാവരും കഴിക്കും. പിന്നെ മീനുമാണ് കേട്ടോ. അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കലാണ് പതിവ്. പിന്നെ ഞാൻ തന്നെ തിരിച്ചുണ്ടാക്കി തിന്നലാണ് പണി കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങാറുള്ളത് ഉഴുന്നും പരിപ്പും പഞ്ചസാര, ചായപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ വാങ്ങാറുള്ളൂ. ഇപ്പോൾ ഉണ്ണി ലീവിന് വന്നിട്ടുള്ളത് കൊണ്ട് അവൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പയറുവർഗ്ഗങ്ങൾ കൊടുക്കണം. കാരണം ആൾ സ്കൾട്ടം പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒന്നും കൂടി തടി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാണാൻ കിട്ടൂല. അതുകൊണ്ട് അവൾക്ക് അത്യാവശ്യത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത്. ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ കുറേ സമയം നമ്മുടെ അങ്ങനെ പോവും. വേറൊന്നുമല്ല, നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്ത് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി അതുപോലെ അതിൻ്റെ പൈസ ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. ഓരോ വട്ടം വരുമ്പോഴും 1 രൂപ വെച്ചെങ്കിലും കൂടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്തായാലും വാങ്ങണമല്ലോ, കാരണം തിന്നാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കപ്പലിൻ്റെ ഉണക്കമുന്തിരിയാണ് കേട്ടോ പ്ലാനിൽ ഇല്ലാണ്ട് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ എൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ, നമ്മൾ സാമ്പാർ പൊടി ആയാലും ചിക്കൻ മസാല ആയാലും എന്ത് സാധനം ആയാലും അത് ഈസ്റ്ററിൻ്റെ മാത്രം ഇട്ടാൽ ശരിയാവുന്നതാണ് അമ്മയുടെ ഒരു വെപ്പ്. അതുകൊണ്ട് അത് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പൊടി മാറ്റി ഉപയോഗിക്കാറുണ്ടെങ്കിലും അമ്മയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഈസ്റ്ററിൻ്റെ തന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തത്. പിന്നെ ഉണ്ണിക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതും കൂടി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്ന ബോൺവീറ്റ വാങ്ങി വെച്ചിട്ട് അത് ഞാൻ തന്നെയാണ് കേട്ടോ തിന്ന് തീർത്തത്. അവൾ തിന്നലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ബൂസ്റ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആ ബൂസ്റ്റിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് സോപ്പ്, ചീപ്പ്, കണ്ണാടി ആ വക ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങാനില്ല. കാരണം ഈ അടുത്ത് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സോപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ ഓഫറിൽ വാങ്ങുന്നത് വളരെ നല്ലതായിട്ട് തോന്നാറുണ്ട്. പിന്നെ അച്ഛൻ മാത്രമാണ് സോപ്പ് ഉപയോഗിക്കുക, നമ്മൾ ബോഡി വാഷാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ അതൊരു 3 മാസത്തോളം ഞങ്ങൾക്ക് ഓടും. അതുകൊണ്ട് ആ വക ഐറ്റംസ് ഒന്നും വാങ്ങാനില്ല. പലചരക്കിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ പച്ചക്കറി സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിവിടെ ഭയങ്കരമായ ഓഫർ ഉണ്ട്. എന്തായാലും ഇന്ന് വന്നത് നന്നായി. ഇന്നത്തെ ഓഫർ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങൾ മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഓഫർ കണ്ട് ഞങ്ങൾ മണത്തറിഞ്ഞ് വരുമ്പോഴേക്കും ഒക്കെ തിരിച്ചിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളരെ കുറച്ച് സാധനങ്ങളെ കിട്ടാറുള്ളൂ. പക്ഷേ ഇന്ന് ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഫ്രഷാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അധികം ആരും ഓഫർ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. പിന്നെന്താ, പച്ചക്കറികൾ അങ്ങനെ പറക്കി എടുക്കുക. 2 ആഴ്ചയ്ക്കുള്ള പച്ചക്കറിയാണ് കേട്ടോ വാങ്ങുന്നത്. അതുകൊണ്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ മത്തങ്ങ, ക്യാബേജ് ഈ വക ഐറ്റംസ് ഒക്കെ ഏറ്റവും ചെറുത് നോക്കിയിട്ട് എടുക്കും കേട്ടോ. കാരണം മുറിച്ച് വാങ്ങുന്നത് ആർക്കും ഇഷ്ടമല്ല. പിന്നെ 2 ആഴ്ച ഓടണമല്ലോ. അപ്പോൾ ഇത്തിരി കുഞ്ഞിത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനും സുഖമാണ്.
അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തപ്പി പിടിച്ചിട്ടാണ് കേട്ടോ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. കാരണം വലുതൊക്കെ മുന്നിൽ വെച്ചിട്ട് ചെറുതൊക്കെ ബാക്കിൽ കൊണ്ടുവന്ന് വെക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് പൊക്കിയിട്ടും കാണൂല, കൈയിട്ട് ഒരുവിധമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ചേച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്, എന്നോട് പറഞ്ഞാൽ ഞാൻ സ്റ്റൂളിട്ട് കയറി എടുത്തരില്ലേന്ന്. പിന്നെ ആളവിടെ ഒരു പണി ചെയ്യുകയാണല്ലോ, അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് എടുത്താൽ മതിയല്ലോ. അവർ അത് ഒരെണ്ണം എടുക്കണേന്നുള്ളെങ്കിലും അതിന് ബില്ലിട്ട് തരും കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങുന്ന പരിപാടി എനിക്ക് പെരുത്ത് ഇഷ്ടമാണ്. പക്ഷേ പുറത്തെ കടകളെ അപേക്ഷിച്ച് ഇവിടെ ഇത്തിരി വില കൂടുതലുണ്ട് കേട്ടോ, അത് വേറൊരു സൈഡ്. അങ്ങനെ പച്ചക്കറി എടുത്തു, പലചരക്ക് എടുത്തു, അല്ലറ ചില്ലറ ബാക്കി സാധനങ്ങൾ എടുത്ത് നമ്മൾ ബില്ലിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ ഷോപ്പിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ പച്ചക്കറി ആയാലും വാങ്ങലുണ്ടാവില്ല, കാരണം അത്ര അധികം സാധനങ്ങൾ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളും വാങ്ങി പുറത്തിറങ്ങിയിട്ട് ഒരു ഗംഭീര ഞെട്ടൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട്. വേറൊന്നും അല്ല കേട്ടോ, ബില്ല് കണ്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും 5 രൂപ, 10 രൂപ, 15 രൂപ, 20 രൂപ അങ്ങനെയുള്ളൂ. കൂട്ടി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ. പ്രതീക്ഷിച്ചതിനും കൂടുതൽ പൈസ നമ്മൾ ഇന്നത്തെ മാസം ഷോപ്പിങ്ങിന് തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ രീതിയിലൊരു ഞെട്ടലാണ് കേട്ടോ. ഇനി ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. ഉണ്ണി മുകളിൽ പോയിട്ട് കുറേ നാളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ എന്താ അവിടെ 50% ഓഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് രാവിലെ മുകളിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടം ഈവനിങ്ങിൽ പോകുന്നതാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മുടെ ടീ കട കണ്ടപ്പോൾ ഒന്ന് കയറിയാലോ എന്നൊരു മോഹം. അങ്ങനെ നേരെ കയറിയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ടൈം ആകുമ്പോഴാണ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വന്ന് ഗംഭീരമായിരിക്കും. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യില്ല, പഴയ ഐറ്റംസ് തന്നെയാണ് കേട്ടോ കഴിക്കൽ. എപ്പോഴും വിചാരിക്കും പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന്, പക്ഷേ എന്തോ ചെയ്യാൻ തോന്നാറില്ല കേട്ടോ. അങ്ങനെ സാധനങ്ങൾക്കൊക്കെ ഓർഡർ കൊടുത്ത് നമ്മൾ നേരെ മുകളിൽ കയറി സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഒരു കാം ഫീലാണ്. പിന്നെ എന്തോ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇരിക്കുന്നത് കാണാനും. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ആദ്യം വന്നത് ചായയാണ് കേട്ടോ. ചായ കുടിച്ചൊന്ന് സെറ്റായപ്പോഴാണ് സ്നാക്ക് വന്നത്. ഉണ്ണി ഓർഡർ ചെയ്തത് പാനിപ്പൂരിയും ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് മോമോസ് ആയിരുന്നു. പാനിപ്പൂരി അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ, അത് പണ്ടത്തെ അതേപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ മോമോസിന് എന്ത് പറ്റിയെന്ന് അറിയില്ല, കാരണം ഒന്നും കൊള്ളത്തില്ലായിരുന്നു. അല്ലെങ്കിൽ അതങ്ങനെ വേറുള്ളൂ എന്ന് ഉണ്ണി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എപ്പോഴൊക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ അതിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം എനിക്ക് പണി കിട്ടാറുണ്ട്. ആ പണി എന്തായാലും ഈ വട്ടം കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇത് ഗംഭീരമാവാറുണ്ട് കേട്ടോ, ഈ വട്ടം എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ ഉണ്ണിയും കൂടി ഹെൽപ്പ് ചെയ്ത് ഞങ്ങളത് തീർത്തിട്ടുണ്ട് കേട്ടോ, കാരണം വെറുതെ കളയാൻ പറ്റില്ല, കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലേ. പക്ഷെ ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ല കേട്ടോ, അത്യാവശ്യത്തിന് കടുപ്പവും മധുരമൊക്കെ ആയിട്ട് സൂപ്പറാണ് ആ ചായ. അങ്ങനെ ചായയും കുടിച്ച് മോമോസും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലൊരു സ്ഥലമുണ്ട് കേട്ടോ. അത് രാത്രിയാണ് അത് കാണാനായിട്ട് ഭംഗി. രാത്രി ആവുന്ന സമയത്ത് അവിടെ ലൈറ്റൊക്കെ വന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവളുടെ അടുത്ത് 2 ഫോട്ടോ എടുത്ത് തരാനാണ് പറഞ്ഞത്. ഫോട്ടോ മാത്രം കിട്ടിയില്ല കേട്ടോ, ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, വെറുതെ ഒന്ന് കിടക്കട്ടേന്നേ. ഇനി നമുക്ക് നമ്മുടെ യാത്ര തിരിക്കാം. അങ്ങനെ പോയി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം 6:30 ആകുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടാവാണ്. പിന്നെ ഈവനിങ് ആണ് ഇവിടേക്കൊക്കെ പോകാനായിട്ട് രസം, കാരണം നല്ല ഭംഗിയല്ലേ ലൈറ്റൊക്കെ വന്നിട്ട്. ബ്ലോക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ദൂരെ വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. പോകുന്ന വഴി ഒരു വീഴ്ചയും വീണിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണ്, നോക്കി നടക്കണം. ഈ ക്യാമറയിൽ നോക്കി നടന്നല്ലെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. അങ്ങനെ മുകളിലെത്തി എന്താ അറിഞ്ചും പുറിഞ്ചും കയറുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലെ ഓഫർ കാര്യങ്ങളുള്ളത് നമ്മുടെ സോപ്പ്, പെർഫ്യൂംസ് അതുപോലുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്ക് ഓഫറൊന്നുമില്ല. നമ്മളാണെങ്കിൽ ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഒന്നും തന്നെ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വന്നിട്ടുള്ളതാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഈ വട്ടം എന്തായാലും നമുക്കൊരു ട്രീ വാങ്ങണം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ട്രീകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ പൈസ എന്ന് പറയാനൊന്നുമില്ല, അത്യാവശ്യം പൈസ കുറവുള്ള തരത്തിൽ തന്നെ ഉള്ളത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ, അത്യാവശ്യം ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അത്രയും പൈസയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ട്രീകളൊക്കെ. അതുമ്മേ ഇപ്പോൾ ലൈറ്റ് അതുമ്മ ഫിറ്റ് ചെയ്തിട്ടുള്ള ട്രീ ഒക്കെ കേട്ടോ, അതൊക്കെ അത്യാവശ്യം നല്ല പൈസ റേഞ്ച് ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറ്റുകയാണെങ്കിൽ നമുക്ക് വാങ്ങണം കേട്ടോ. പിന്നെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം എന്തായാലും ഞങ്ങളിത് പ്ലാൻ ചെയ്ത് വരാത്തതുകൊണ്ട് ഒന്നും എടുക്കുന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പക്ഷെ അധികം വൈകാണ്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ക്രിസ്മസിന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ കുറേ തിരിവ് പോയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഒരു വീക്കിനുള്ളിൽ തന്നെ എല്ലാം വാങ്ങി കംപ്ലീറ്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോഡി ലോഷൻ ആയിരുന്നു ഞങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എന്തായാലും ഇനി വരുമല്ലോ, ഓഫർ കുറച്ച് ദിവസം കൂടി ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും ക്രിസ്മസിൻ്റെ ഐറ്റംസ് വാങ്ങാൻ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ.
ഉള്ളിലോട്ട് കയറിയത് മെയിനായിട്ട് ചൂല് വാങ്ങാനായിരുന്നു. ഇന്നലെ ഞാനും അമ്മയും കൂടിയിട്ട് വെറുതെ ഇതിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ്റെ പാർട്സ് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ. പക്ഷേ ചിക്കൻ്റെ പാർട്സും കിട്ടിയില്ല. പക്ഷേ ചൂല് ഞങ്ങൾ വിചാരിച്ചതുണ്ടായിരുന്നു. പക്ഷേ ബസ്സിൽ കയറി പോകുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ ഉണ്ണിയുള്ളതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു നാളെ വന്ന് നമുക്ക് വണ്ടിയിൽ വന്ന് വാങ്ങിക്കൊണ്ട് വന്ന്. പക്ഷെ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ആ ചൂലിൻ്റെ അഡ്രസ്സ് പോലും ഇല്ല കേട്ടോ, കഴിഞ്ഞു പോയിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു, 5-8 ഉണ്ടായിരുന്ന ചൂലാണ് കേട്ടോ, എല്ലാം ആരോ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ വരുന്നു വിചാരിച്ച് വീണ്ടും നമ്മൾ അവിടെ നിന്ന് അത് വാങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് സാധനങ്ങൾ ഇവിടെ എന്തോ റേറ്റ് കുറവ് കണ്ടപ്പോൾ ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ അത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മിഠായിക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് കുറവുണ്ട്. അങ്ങനെ മിഠായിയും എടുത്ത് പിന്നെ നെയ്യും എടുത്തിട്ടുണ്ട്. നെയ്യ് അധികം ചിലവില്ല വീട്ടിൽ, അതുകൊണ്ട് ഒരു കുഞ്ഞു ബോട്ടിലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ വന്നപ്പോൾ കിട്ടിയിട്ടില്ലാത്ത സാധനം ഇന്ന് ഇരിക്കുന്നുണ്ട്, ചിക്കൻ്റെ പാർട്സ്, അതും കൂടി എടുക്കുന്നുണ്ട്. ചിക്കൻ കഴിക്കുന്നതിനേക്കാൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ പാർട്സ്, അതുകൊണ്ടാണ് എടുക്കുന്നത്. നമുക്ക് കൊള്ളിയിട്ട് വെച്ചാൽ സൂപ്പറായിരിക്കും. പിന്നെ മീനിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോൾ കുറേ മീനുകൾ ചത്തിരിക്കുകയാണ് കേട്ടോ. ഇനി മൂടി എയർടൈറ്റായിട്ട് വെച്ചോണ്ടാണോന്ന് അറിയില്ല, മിക്കതും ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. പിന്നെ കുറേ എണ്ണം ക്ഷീണിച്ചുവിട്ടും ഇരിക്കുകയാണ് കേട്ടോ, എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര സങ്കടമായി, കാരണം പാവങ്ങളല്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിട്ടുണ്ടായിരുന്നത് പാലെടുക്കാനാണ്. പാലെടുത്ത് പിന്നെ അവിടെ കേക്കിന് അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, അതുകൊണ്ട് നമ്മളൊരു കേക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്തത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. അത് ഒരു വട്ടം എടുത്തിട്ട് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ, അല്ലാണ്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് മാറ്റി കാരമൽ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നോക്കി, കാരണം കേക്കിന് പേരെഴുതാനായിട്ടുള്ള ആൾ എവിടെയോ പോയിരിക്കുകയാണ്, വരാനായിട്ട് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ അവരുടെ തിരക്കല്ലേ നമ്മൾ മനസ്സിലാക്കണമല്ലോ, കാരണം ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ, കുറേ എഴുതാനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം വന്നവരെയാണല്ലോ എഴുതി വിടുന്നത്, അങ്ങനെ കുറേ നേരം നിന്നിട്ടാണ് എഴുതാൻ പറ്റിയത്. പിന്നെന്താ, നേരെ വന്ന് ബില്ലൊക്കെ അടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഞാൻ മുന്നേ വന്ന് ക്യൂവിൽ നിന്നതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കുറേ സമയം പോയേനെ. കാരണം മിക്കരും മുകളിലോട്ട് വരുന്നത് ഈവനിങ് ടൈം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്ന് നിന്നപ്പോൾ മുതലേ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങി. പിന്നെ നല്ല ഓഫർ നടക്കല്ലേ, അതുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് കോർട്ടിലൊന്നും നമ്മൾ കയറാൻ നിന്നില്ല, വേഗം ബില്ലടിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ രാത്രി പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.